ഈ മഹദി എന്നുള്ളത് ഒരു പേരല്ല, അതൊരു പദവി അല്ലെങ്കിൽ ഒരു വിശേഷണം പോലെയാണ്. ഹുദ അല്ലെങ്കിൽ ഹിദായത്ത് എന്നുള്ള ആ ഒരു റൂട്ടിൽ നിന്നാണ് മഹദി എന്നുള്ള വാക്കുണ്ടായത്. അതായത് ഹിദായത്ത് കിട്ടിയവൻ, അതല്ലെങ്കിൽ സന്മാർഗത്തിലായവൻ, അല്ലെങ്കിൽ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവൻ എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹദി എന്നുള്ളതുകൊണ്ട്. ഈ മഹദി എന്നുള്ള പേര് വളരെ കോമൺ ആയിട്ട് പലയിടത്തും ഉണ്ട്. ഇറാൻ, ഇറാഖ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരാണ് മഹദി എന്നുള്ളത്. പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ഫുട്ബോൾ കളിക്കാരും ക്രിക്കറ്റ് കളിക്കാരും ഒക്കെ മഹദി എന്നുള്ള പേരിൽ ഉണ്ട്. ഇവിടെ പക്ഷേ മഹദി ഇമാമിന്റെ പേര് അതൊരു വിശേഷണമാണ്. ഹിദായത്ത് കിട്ടിയവൻ, സന്മാർഗം പൂണ്ടവൻ, അല്ലെങ്കിൽ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവൻ എന്നൊക്കെയാണ് മഹദി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മഹദി ഇമാമിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ, വിവരങ്ങൾ നമുക്ക് പൂർണ്ണമായും കിട്ടുന്നത് അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. മഹദി ഇമാമിനെ കുറിച്ചുള്ള ഒരു പരാമർശവും പരിശുദ്ധ ഖുർആനിൽ ഇല്ല. ഖുർആൻ കഴിഞ്ഞാൽ സുന്നി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ ഗ്രന്ഥം എന്ന് പറയുന്നത്, സുന്നികളെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് സഹീഹുൽ ബുഖാരി, കഴിഞ്ഞ സഹീഹ് മുസ്ലിമാണ്. ഈ ബുഖാരിയിലും മുസ്ലിമിലും മഹദി ഇമാമിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിലും അതിൽ മഹദി എന്നുള്ള പേര് എടുത്ത് പറയുന്നില്ല. നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു ഇമാം എന്ന രീതിയിലാണ് അതിൽ പറയുന്നത്. വ ഇമാമുക്കും മിൻകും. മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഇമാം മഹദിയുടെ പേര് പറഞ്ഞിട്ടുള്ള വിവരണങ്ങൾ അത് ഉള്ളത്. അതിൽ തന്നെയും സ്വഹീഹായ ഹദീസുകൾ ഒന്നും തന്നെ ഇല്ല. ഉള്ളത് ഹസൻ വിഭാഗത്തിൽപ്പെടുന്ന ഹദീസുകളാണ്. ഈ ഹസൻ വിഭാഗത്തിൽപ്പെടുന്ന ഹദീസുകളും സ്വഹീഹ് വിഭാഗത്തിൽപ്പെടുന്ന ഹദീസുകളും രണ്ടും അംഗീകരിക്കാവുന്നത് തന്നെയാണ്. പക്ഷെ അതിന്റെ കുറച്ചും കൂടി ഒരു ബലവത്തായിട്ടുള്ളതാണ് സ്വഹീഹ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന, നമുക്ക് കാറ്റഗറി എ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റത് ബി കാറ്റഗറിയിൽ വരുന്നതാണ് ഹസൻ. സുനാൻ തിരുമിദിയിൽ മഹദി ഇമാമിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായം തന്നെ ഉണ്ട്. മഹദി ഇമാമിന്റെ വിവരണങ്ങൾ പറയുന്ന മഹദി എന്ന പേരിലുള്ള ഒരു അധ്യായം തന്നെ ഉണ്ട്. സുനാൻ അബൂ ദാവൂദിലും അങ്ങനെ ഒരു അധ്യായമുണ്ട് മഹദി എന്നുള്ള പേരിൽ. ഹദീസ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മഹദി ഇമാമിന്റെ കുറച്ച് വിവരണങ്ങൾ, അല്ലെങ്കിൽ മഹദി ഇമാമിന്റെ ആ ഒരു കൺസെപ്റ്റ് ചർച്ച ചെയ്യുന്ന കുറച്ച് ഹദീസിന്റെ ഭാഗങ്ങൾ, അതാണ് ഇനി നോക്കാനുള്ളത്. ഒരു ഹദീസിൽ പരിശുദ്ധ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്: അവസാന